ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാസ്തയാണ്. ഉം, കൊഞ്ചനും അതുപോലെ തന്നെ കൂന്തലും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി പാസ്ത റെസിപ്പിയാണ് കേട്ടോ. എന്താണെങ്കിലും ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ കൂന്തലും അതുപോലെ തന്നെ ചെമ്മീനുമാണ് എടുത്തിരിക്കുന്നത്. ചെമ്മീൻ അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീൻ ആയതുകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. പിന്നെ കൂന്തൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മാഗ്നേഷനിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഉപ്പും കുരുമുളകും ഇട്ടിട്ടാണ് കേട്ടോ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഉപ്പും കുരുമുളകും ഒക്കെ ഒന്ന് അതിനകത്ത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു കൂന്തലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൊഞ്ചനും കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക. രണ്ടിനും ഏകദേശം ഒരേ വേവാണ്. നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് കുക്കായിട്ട് വരണം, നല്ല മുരിഞ്ഞ് വരണം. അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ട് നല്ലതുപോലെ ചെറുതാക്കി വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ആ ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. മുമ്പ് ഞാൻ പാസ്തയുടെ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. സെയിം പ്രൊസീജിയർ ആണ്. അതിനകത്ത് നമ്മൾ കൂന്തളും ചെമ്മീനും ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നല്ലപോലെ കുക്കായ ശേഷം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു പകുതി സവോള ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പാസ്ത റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അത് ആവശ്യമുള്ള വെള്ളം വെച്ച് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള പാസ്ത ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ തിളച്ച് വന്ന് ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ആ ഒരു മിക്സിലോട്ട് റെഡിയാക്കി എടുക്കും. ഇനി ഇതിനകത്തോട്ട് മഷ്റൂം വേണം. ഏതൊരു പാസ്തയ്ക്കും മഷ്റൂം കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്താണെങ്കിലും ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതിനധികം വേവൊന്നും ഇല്ല. എല്ലാം ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിനകത്ത് ചെഡാർ ചീസും അതുപോലെ തന്നെ മൊസറല്ല ചീസും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ചെഡാർ ചീസ് ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ പാസ്തയ്ക്ക്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ഈ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കുമ്പം നമ്മൾ എന്താണേലും കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് പകുതി വെന്ത പാസ്ത നമ്മൾ ഡയറക്റ്റ് ഇതിനകത്തോട്ട് കോരിയൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെഡാർ ചീസ് നേരത്തെ തന്നെ ഇട്ടത് ഒന്ന് മെൽറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ചെറുതാക്കി തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് പാസ്തയുടെ വെന്ത വെള്ളവും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മളത് കളയേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം വേവണമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ പാസ്ത ചേർത്ത് കൊടുക്കുമ്പോൾ അതിനകത്തോട്ട് ആ ഒരു ഉപ്പും കുരുമുളകും എല്ലാം പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഇതിനകത്തോട്ട് ഒറിഗാനോയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് മൊസറല്ല ചീസും കൂടെ ചേർക്കുന്നുണ്ട്. പിസ്സ ചീസ് എന്നൊക്കെ പറയും. ആ ഒരു ചീസും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ ചെറാർ ചീസ് ചേർത്ത് കൊടുത്താണ്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്രീമിയാണ്. അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.